പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. സ്പീക്കർക്കെതിരായ വിശ്വാസ നീക്കം ചർച്ചയ്ക്കെടുക്കാനാകാതെ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $114 കടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഇന്ധന പ്രതിസന്ധിയും പ്രധാന വിഷയമാക്കിയായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ നീക്കം. സ്പീക്കർക്കെതിരെ അവിശ്വാസ നോട്ടീസ് ചർച്ചയ്ക്ക് വെച്ചെങ്കിലും ആദ്യം പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 തവണ തടസ്സപ്പെടുകയും പിന്നീട് നാളത്തേക്ക് പിരിയുകയും ചെയ്തു. സമാധാനവും ഇന്ത്യക്കാരുടെ സുരക്ഷയുമാണ് പ്രധാന ലക്ഷ്യമെന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. കൊച്ചി തീരത്ത് ഐറിസ് ലവാൻ എന്ന കപ്പലിന് അഭയം നൽകിയതിൽ ഇറാൻ നന്ദി അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. The Indian and the Iranian foreign minister has expressed his country's thanks for this human gesture. ഇന്ധന പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. തൽക്കാലം ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $114 പിന്നിടുകയാണ്. സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.